നമസ്കാരം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം ലോറി ഡ്രൈവറായ മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനം കുടുംബം ഏറ്റുവാങ്ങുന്നുണ്ട്. അതിനിടയിലാണ് മനാഫിനെതിരെ പരാതിയുമായി കുടുംബം പോലീസിനെ സമീപിച്ചത്. അങ്ങനെ പോലീസ് മനാഫിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ACP ചില കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോറി ഉടമ മനാഫിന്റെ യൂട്യൂബ് പേജും കമന്റും പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ചുമതലയുള്ള മെഡിക്കൽ കോളേജ് ACP അറിയിച്ചു. അന്വേഷണത്തിൽ കുറ്റക്കാരനാണെങ്കിൽ മനാഫിനെതിരെ നടപടിയെടുക്കുമെന്നാണ് ACP അറിയിച്ചത്. അല്ലെങ്കിൽ FIR-ൽ നിന്നും ഒഴിവാക്കും. കുടുംബത്തിന്റെ ആദ്യ പരാതിയിൽ മനാഫിന്റെ പേരുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR-ൽ ഉൾപ്പെടുത്തിയത് എന്നും ACP പറഞ്ഞു. സൈബർ ആക്രമണത്തിനെതിരെയാണ് അർജുന്റെ കുടുംബം പരാതി നൽകിയത്. ലോറിയുടമ മനാഫ്, സോഷ്യൽ മീഡിയയിലെ പ്രചാരണം നടത്തിയവർ തുടങ്ങിയവരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുമെന്നും ഇന്ന് കുടുംബത്തിന്റെ മൊഴി എടുക്കുമെന്നുമാണ് പോലീസ് അറിയിച്ചത്. സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് പോലീസ് നേരത്തെ അറിയിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അടക്കം മനാഫിന് വലിയ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ അയവ് വരുത്തിയതായാണ് സൂചന. ഇന്നലെ കോഴിക്കോട് കമ്മീഷണർക്കാണ് അർജുന്റെ സഹോദരി അഞ്ജു പരാതി നൽകിയത്. സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നത് എന്നും ഭാര്യ അടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുകയായിരുന്നു. മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മനാഫും രംഗത്തെത്തിയിരുന്നു. സൈബർ ആക്രമണം രൂക്ഷമായതോടെ ഇന്നലെ മനാഫ് വാർത്താ സമ്മേളനം നടത്തി അർജുന്റെ കുടുംബത്തോട് നിരുപാധികം മാപ്പ് പറഞ്ഞു. അർജുന്റെ കുടുംബത്തിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നും ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ മനാഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. എന്തായാലും ഒരു സാധാരണക്കാരനെതിരെ ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിൽ പോലീസിനെതിരെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നുണ്ട്.